Hey guys, welcome back. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു സ്റ്റോപ്പ് ലൈറ്റ് എന്താണെന്നാണ് സംസാരിക്കുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ നിങ്ങളോട് ഒരു ഫോട്ടോഗ്രാഫർ പറയാണ് ഈ ലൈറ്റ് പോരാ, ഞാൻ ഒരു സ്റ്റോപ്പ് ലൈറ്റ് കൂട്ടാൻ പോവാം. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം, എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ ഏറ്റവും സിമ്പിളായി പറയുകയാണെങ്കിൽ ഒരു സ്റ്റോപ്പ് ലൈറ്റ് കൂട്ടുക എന്ന് പറയുമ്പോൾ ഓൾറെഡി ക്യാമറയിലുള്ള ഫോട്ടോയുടെ എക്സ്പോഷറിൻ്റെ ഡബിൾ വാല്യൂ ആക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് 100 ആണ് ഷട്ടർ സ്പീഡ് ഉള്ളതെങ്കിൽ ഒരു ഡബിളിലേക്കാണ് പോകേണ്ടതെങ്കിൽ 50ലേക്ക് ഷട്ടർ സ്പീഡ് മാറ്റുന്നതിന് ഒരു സ്റ്റോപ്പ് മാറ്റിയെന്ന് പറയും. അതേസമയം ലൈറ്റ് ഒരു സ്റ്റോപ്പ് കുറയ്ക്കാനാണെങ്കിൽ 100ൽ നിന്ന് 200ലേക്ക് മാറ്റുന്നതിന് ഒരു സ്റ്റോപ്പ് കുറച്ചു, ലൈറ്റ് കുറച്ചു എന്ന് പറയും. അതാണ് ഏറ്റവും എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ഒരു സ്റ്റോപ്പ് എന്ന് വെച്ചാൽ ലൈറ്റിൻ്റെ ഡബിൾ അല്ലെങ്കിൽ ഹാഫ്. അപ്പോൾ അതാണ് ഒരു സ്റ്റോപ്പ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും ഞാൻ പണ്ട് മാനുവൽ മോഡിൻ്റെ വീഡിയോയിൽ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞതെന്ന്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് 100ൽ നിന്ന് 125ലേക്ക് മാറ്റുമ്പോൾ ഒരു സ്റ്റോപ്പ് മാറുന്നു എന്നാണ്. ആക്ച്വലി അതൊരു തേർഡ് ഓഫ് എ സ്റ്റോപ്പാണ്. അപ്പോൾ അന്നേ ഇതൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവുന്നതുകൊണ്ടാണ് ഇതിനെ സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ആ ഒരു 100ൽ നിന്ന് 125ലേക്ക് പോകുന്നതിന് ഒരു തേർഡ് ഓഫ് എ സ്റ്റോപ്പ് മൂവ് ചെയ്തെന്നാണ് പറയാം. അപ്പോൾ ഒരു ക്യാമറയിൽ നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോൾ എല്ലാ തവണയും ഹാഫും ഡബിളും മാത്രമല്ല നമുക്ക് ലൈറ്റിൽ ചേഞ്ച് വ്യത്യാസം വരുത്തേണ്ടി വരിക. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ചായി ഇൻക്രിമെൻ്റലായി കൂട്ടേണ്ട ആവശ്യം വരും. അതിനുവേണ്ടി ഒരു സ്റ്റോപ്പിനെ തന്നെ ഓരോ ഡിഫറെൻറ്റ് ക്യാമറ കമ്പനീസ് അതിന് ഡിവൈഡ് ചെയ്തിട്ടാണ് ക്യാമറയിൽ ഇടുന്നത്. അപ്പോൾ ഇപ്പോൾ നിക്കോണും ക്യാനണിലൊക്കെ 125 അങ്ങനെ തേർഡായിട്ടാണ് പോകുന്നത്. അതായത് 125, 160 പിന്നെ 200 അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഒരു സ്റ്റോപ്പിനെ 3 ആക്കി തിരിച്ചാൽ, അതായത് 100ൽ നിന്ന് ഒരു തവണ തിരിച്ചാൽ 125 ആവും, ഒന്നുകൂടെ തിരിച്ചാൽ 160 ആവും, ഒന്നുകൂടെ തിരിച്ചാലാണ് ഒരു സ്റ്റോപ്പ് മാറുന്നത്, അതായത് 200ലേക്ക് എത്തുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ISOൻ്റെ കാര്യം, സെയിം ആണ്, ഒരു വ്യത്യാസവും ഇല്ല. അപ്പം അന്ന് ഞാനിത് പറയാഞ്ഞത് സിംപ്ലിസിറ്റിക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇനി ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങൾ ഇതുകൂടെ ആലോചിക്കുക. ഒരു സ്റ്റോപ്പ് ലൈറ്റ് കൂട്ടുക എന്ന് പറയുമ്പോൾ 100ൽ നിന്ന് 200ലേക്കാണ്, 100ൽ നിന്ന് 125ലേക്ക് മാറും, ഒരു തേർഡ് ഓഫ് എ സ്റ്റോപ്പാണ് മാറുന്നത്. ഇത് ബ്രാൻഡിനനുസരിച്ച് മാറും. നിക്കോണും ക്യാനണാണെങ്കിൽ തേർഡ് ഓഫ് എ സ്റ്റോപ്പായിട്ടാണ് മാറുന്നത്. ചില ബ്രാൻഡുകൾക്ക് 1/2 ഉള്ളതുമുണ്ട്. അപ്പോൾ നിങ്ങൾ ബ്രാൻഡിനനുസരിച്ച് നിങ്ങൾ നോക്കുക എന്താണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ISOൻ്റെയും ഷട്ടർ സ്പീഡിൻ്റെയും കാര്യം. ഡബിൾ ആക്കുക, ഹാഫ് ആക്കുക. 100ൽ നിന്ന് 200ലേക്ക്, 200ൽ നിന്ന് 400ലേക്ക് അങ്ങനെ പോകും. 400, 800, 1600 അങ്ങനെ പോകും. അപ്പോൾ പക്ഷേ എപ്പേർച്ചറിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. നിങ്ങൾക്ക് അറിയാം, എപ്പേർച്ചറിൽ കൃത്യം ഡിവിഷൻ അല്ല നമ്പേഴ്സ് വരുന്നത്, ഫ്രാക്ഷൻസ് ആണ് വരുന്നത്. 2.8, 1.8, 5.6 അങ്ങനത്തെ ഫ്രാക്ഷൻസ് ആണുള്ളത്. അത് ഇത്തിരി കൂടെ ടെക്നിക്കലാണ്. അത് ഈ വീഡിയോയിൽ ചെയ്യുന്നില്ല, അത് വേറെ വീഡിയോയിൽ പറയാം. അപ്പോൾ ഇതിൽ നിങ്ങൾ ബേസിക്കായി ഇത്ര ആലോചിച്ചാൽ മതി. 3 തവണ റൈറ്റിലേക്ക് തിരിച്ചാൽ ഒരു സ്റ്റോപ്പ് ലൈറ്റ് വ്യത്യാസം വരും, ലെഫ്റ്റിലേക്കും അതുപോലെ തന്നെ 3 തവണ തിരിച്ചാൽ ഒരു സ്റ്റോപ്പ് വ്യത്യാസം വരും. അപ്പോൾ റൈറ്റിലേക്കാണ് തിരിക്കുന്നതെങ്കിൽ എപ്പേർച്ചർ വാല്യൂ കൂടി വരും, അതായത് എപ്പേർച്ചർ ഹോളിൻ്റെ ഡയമീറ്റർ ചെറുതാവും. അതേസമയം ലെഫ്റ്റിലേക്കാണ് തിരിക്കുന്നതെങ്കിൽ സ്റ്റോപ്പ് വാല്യൂ കുറഞ്ഞു വരും, അല്ലെങ്കിൽ എഫ് നമ്പർ കുറഞ്ഞു വരും, അതായത് ഡയമീറ്റർ വലുതായി വരും. ഓക്കെ, അത്രേ ഉള്ളൂ അപ്പോൾ ഒരു സ്റ്റോപ്പ് ലൈറ്റിനെ പറ്റി പറയാൻ. അപ്പോൾ ഇതൊരു ബേസിക് കാര്യമാണ്. ഇത് ഞാൻ ആദ്യത്തെ ഒരു വീഡിയോയിൽ ചെയ്യേണ്ടതായിരുന്നു, ചെയ്യാൻ വിട്ടുപോയതാണ്, സോറി. ഓക്കെ, അത്രേ ഉള്ളൂ അപ്പോൾ ഇത് 3നെ പറ്റി പറയാൻ. അപ്പോൾ ഇതൊരു കൺക്ലൂഷൻ പോലെ അല്ലെങ്കിൽ ഒരു റീക്യാപ്പ് പോലെ ഒന്നുകൂടെ പറയാം. ഒരു സ്റ്റോപ്പ് എന്ന് വെച്ചാൽ ലൈറ്റിനെ ഹാഫ് ആക്കുക അല്ലെങ്കിൽ ഡബിൾ ആക്കുക എന്നതാണ് ഒരു സ്റ്റോപ്പ് ലൈറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ വ്യത്യാസം വരുന്നത്. അപ്പോൾ ഷട്ടർ സ്പീഡിലാണെങ്കിൽ 100ൽ നിന്ന് 200ലേക്ക് എത്തുന്നതും 200ൽ നിന്ന് 400ലേക്കും 400ൽ നിന്ന് 800ലേക്കൊക്കെ പോകുന്നത് ഓരോ സ്റ്റോപ്പ് കൂടി വരുന്നതാണ്. അപ്പോൾ 100ൽ നിന്ന് 2 സ്റ്റോപ്പ് ലൈറ്റ് കൂട്ടുകയാണെങ്കിൽ 100ൽ നിന്ന് ഒരു സ്റ്റോപ്പ് കൂട്ടുമ്പോൾ 200 എത്തും, 200ൽ നിന്ന് അടുത്ത സ്റ്റോപ്പ് കൂട്ടുമ്പോൾ 400. അപ്പോൾ 2 സ്റ്റോപ്പ് കൂട്ടുമ്പോൾ 100ൽ നിന്ന് നേരെ 400ലേക്കാണ് ഇടേണ്ടത്. അതുപോലെ തന്നെ കുറയ്ക്കുമ്പോഴും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിനെപ്പറ്റി പറയാൻ. പിന്നെ ISO ആണെങ്കിൽ സിമിലർ ആണ്. ISO ഷട്ടർ സ്പീഡിൻ്റെ സെയിം വാല്യൂയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അത് എളുപ്പമാണ്. പക്ഷേ ഓപ്പോസിറ്റ് ആണെന്നുള്ള കാര്യം ആലോചിക്കണം. ISO നമ്പർ കൂടുമ്പോൾ ലൈറ്റ് കൂടുകയാണ് ചെയ്യുന്നത്, ഷട്ടർ സ്പീഡ് കുറയുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ എൻ്റെ ഫസ്റ്റ് വീഡിയോസ് കണ്ടവർക്ക് അറിയാം. അത് കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടിട്ട് തിരിച്ചു വരിക. പിന്നെ എപ്പേർച്ചറിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ കൃത്യം ഫ്രാക്ഷൻസ് അല്ല ഉള്ളത്. നേരെ ഡബിളാക്കാൻ നമുക്ക് വാല്യൂസ് അങ്ങനെയല്ല പോവുക. ലൈറ്റ് ഡബിൾ ആവുന്നത് 3 തവണ തിരിക്കുമ്പോഴാണ്, അതായത് 3 1/3 സ്റ്റോപ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ വേറെ 2 സീരീസ് ചെയ്യുന്നുണ്ട്. ഒന്ന് വീട്ടിലേക്ക് ഇടുതാപ്പുകൾ എന്ന സീരീസാണ്. അതിൽ ഞാൻ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച്, അതായത് വീട്ടിലുള്ള ഗ്ലാസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഓരോ ഫോട്ടോ എടുക്കുന്നതാണ് സീരീസ്.
അത് എടുത്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. പിന്നെ വേറൊരു സീരീസ് ചെയ്യുന്നുണ്ട്, എഡിറ്റിംഗ് സീരീസാണ്. അത് ഞാൻ എങ്ങനെ എൻ്റെ ഫോട്ടോസ് എഡിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു ചെറിയൊരു ട്യൂട്ടോറിയൽ പോലെ, എല്ലാം 2-3 മിനിറ്റുള്ള വീഡിയോസാണ്. അപ്പോൾ അത് കണ്ടു നോക്കുക. പിന്നെ ഞാനെടുത്ത ഫോട്ടോസ് കാണണമെന്നുണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. എപ്പോർട്ടേഴ്സ് ഓഫ് ഫോട്ടോസ് എന്നാണ് ഇൻസ്റ്റാഗ്രാം ചാനലിൻ്റെ പേര്. പിന്നെ അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി സീ യു നെക്സ്റ്റ് ടൈം.